വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മ താമസിക്കുന്ന ഒറ്റമുറി വീട്ടിൽ കഴിഞ്ഞ മാസം KSEB ചുമത്തിയ ബിൽ തുക കേട്ടാൽ ആരുടെയും കണ്ണു തള്ളിപ്പോകും. 49,710 രൂപ. മുൻപ് 200ഉം 400ഉമൊക്കെ ബില്ലായിരുന്ന സ്ഥാനത്താണ് കഴിഞ്ഞ മാസം ഈ വലിയ തുക ബില്ലായി വന്നത്. ഭീമമായ തുക വൈദ്യുതി ബില്ലായി വന്നത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അന്നമ്മ KSEB പീരിമേഡ് സെക്ഷൻ ഓഫീസിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമുണ്ടായില്ല. വീണ്ടും പരാതി സമർപ്പിച്ചപ്പോൾ അന്നമ്മയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാണ് KSEB മറുപടി നൽകിയത്. ഇടിവെട്ടിയാണേ പടവട വീട് മൊത്തം കിടന്ന് കുട്ടുങ്ങി. ഞങ്ങൾ പേടിച്ചു, ഇവിടെ നിന്ന് തീ പോലെയൊക്കെ വരുമല്ലോ, അങ്ങനെ സംഭവിച്ചതാ. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ, മീറ്റർ പെട്ടി വരയായിട്ടാണ്. അപ്പം നമ്പർ വീഴത്തില്ല. അങ്ങനെ ആയപ്പോ എന്റെ കറണ്ട് ബില്ല് വന്നപ്പോ 46,000 മേലിലായിരുന്നു പറഞ്ഞു ബില്ല് വന്നു. ബില്ല് വന്നപ്പോ ഞാൻ ഇത്രയും രാവിലെ നമ്മളങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞത് പറ്റത്തില്ല, പിന്നെ ഞാൻ അടയ്ക്കണോ അല്ല ആരാ അടയ്ക്കുന്നത് പറയുന്നിട്ട് അടയ്ക്കും. ഇവിടെ ലൈമ സാറെന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ കറണ്ടൊന്നും എടുക്കുന്നില്ലെന്ന് അവരെ വഴക്ക് പറയോ ഇങ്ങനെ അപ്പം നമ്മള് എന്നാ അവരടയ്ക്കട്ടെ, അല്ല ഞാൻ അടയ്ക്കണോ എന്നൊക്കെ വഴക്ക് പറയുക. കൂലിപ്പണിക്ക് പോയി ഉപജീവനം നടത്തിയിരുന്ന വിധവയായ ഈ വയോധികയ്ക്കിപ്പോൾ ശാരീരിക അവശതകൾ ഉള്ളതിനാൽ പണിക്കു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്രയേറെ പ്രതിസന്ധികൾക്കിടയിൽ ഈ വലിയ തുക അടയ്ക്കാൻ ഒരു വഴിയുമില്ലെന്നാണ് അന്നമ്മ പറയുന്നത്. ഇരുട്ടു വീണാൽ ഇഴജന്തുക്കളുടെ ശല്യമുള്ള പ്രദേശത്ത് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തെയാണ് അന്നമ്മ ഇപ്പോൾ ആശ്രയിക്കുന്നത്. അധികൃതർ അന്നമ്മയ്ക്ക് അനുകൂലമായ നടപടി കൈക്കൊള്ളണമെന്നാണ് സമീപവാസികളുടെയും ആവശ്യം. അതേസമയം കുടിശ്ശിക ഉള്ളതിനാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പരാതി പരിശോധിച്ച് ന്യായമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും KSEB വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കുമളി.